എൻ്റെ പേര് റജീന ബേബി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പൂക്കയം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2020 ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളത് വലിയ സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് 2022 ഞങ്ങൾ ഫാമിലിയായി UK പോയി. അവിടെ വെച്ച് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയും ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ 7 മാസം പൂർത്തിയാകുന്ന അന്ന് എൻ്റെ BP കൂടി പ്രിയക്ലാംഷ്യ എന്ന കണ്ടീഷനിലേക്ക് എത്തുകയും അബോധാവസ്ഥയിലാകുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ എമർജൻസി സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. പിന്നീട് കുഞ്ഞ് 2 മാസത്തോളം NICUലായിരുന്നു. അവളുടെ ബർത്ത് വെയ്റ്റ് 938 ഗ്രാമായിരുന്നു. അപ്പോൾ അവളുടെ വെയ്റ്റ് ഒട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു. 18 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ആ സമയത്താണ് ഞാൻ വീണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനും ഉടമ്പടി ധ്യാനം കൂടുവാനും തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കൃപാസനം എന്താണെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുമൊക്കെ ആ സമയത്താണ് ഞാൻ കൂടുതലായി മനസ്സിലാക്കിയത്. കുഞ്ഞ് ഡിസ്ചാർജ് വന്നതിന് ശേഷം അവൾക്ക് എപ്പോഴും ഛർദിയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഷിഫ്റ്റായിട്ട് കുഞ്ഞിനെ എടുത്തു പിടിച്ചിരിക്കുമായിരുന്നു. ആ ഉറങ്ങാതിരിക്കുന്ന സമയം മുഴുവനും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മാത്രമാണ് കൂടിക്കൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഡിസ്ചാർജ് ആയതിനു ശേഷം 2 പ്രാവശ്യം ഇവളെ കുഞ്ഞിനെ എമർജൻസിയായി വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ സാക്ഷ്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയണം, ഉടമ്പടി പത്രം കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു മടിയായി, ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് വെച്ചു. 3ാമത്തെ പ്രാവശ്യം വീണ്ടും കുഞ്ഞിന് നിർത്താതെ ചുമ വരികയും അങ്ങനെ 2023 ഡിസംബറിൽ അവളെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞിന് ബ്രോങ്കിയോലൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അത് സാധാരണ കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ്. പക്ഷേ ഇവൾക്ക് വെയിറ്റ് ഇല്ലാത്തത് കാരണം, ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പിറ്റേ ദിവസം ഇവളെ ICUവിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അവളുടെ ഓക്സിജൻ ലെവൽ താഴ്ന്ന് പെട്ടെന്ന് തന്നെ പീഡിയാട്രിക് എമർജൻസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ നിമിഷം എമർജൻസി ടീമും എല്ലാവരും വന്നു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. ഡോക്ടർ വന്ന് കുഞ്ഞിനെ വെൻറ്റിലേറ്ററിൽ ഇടണം എന്ന് പറഞ്ഞ ആ സമയം തന്നെ എനിക്കത് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിച്ചില്ല. അവിടെ തന്നെ മുട്ടുകുത്തി കൈവിരിച്ച് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് നീ സഞ്ചാരി മാതാവാണെന്ന്. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് എൻ്റെ കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലിടാതെ, മറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ത് വേണമെങ്കിലും കൊടുത്തോ, വെൻറ്റിലേറ്ററിലിടാതെ അവളെ ഞങ്ങൾക്ക് സുഖപ്പെടുത്തി തരണമേ എന്ന്. പെട്ടെന്ന് തന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഓപ്ഷൻ മാറ്റി അവർ കുഞ്ഞിനെ CPAP-ലിട്ടു. അങ്ങനെ 10 ദിവസത്തോളം അവൾ CPAP-ലുണ്ടായിരുന്നു. പിന്നെ നോർമലായി. എല്ലാ ദിവസവും റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടർമാർ പറയും ഇവളുടെ ഈ നിർത്താതെയുള്ള ചുമ മിനിമം 3 മാസമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുമെന്ന്. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി പോയ ശേഷം ചെറിയ രീതിയിലുള്ള ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ബുദ്ധിമുട്ടിയുള്ള ആ ചുമ പൂർണ്ണമായും മാറിയിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് ഒന്നാമതായി ലഭിച്ച അനുഗ്രഹം. പിന്നീട് ഞങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. ഞങ്ങളെ നോക്കുവാനായി എൻ്റെ മാതാപിതാക്കൾ അവിടേക്ക് വരികയും എൻ്റെ ചാച്ചന് അവിടെ വെച്ച് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തിനാ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ നടന്നത്, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കേണ്ട എന്ന് വിചാരിച്ചു. വീണ്ടും 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സാക്ഷ്യം കേൾക്കാനും പ്രാർത്ഥനകൾ ചെല്ലാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഈ സാക്ഷ്യങ്ങൾ കേട്ടതിലൂടെയും ഉടമ്പടി ധ്യാനം കൂടുതലൂടെയും മാത്രമാണ് എനിക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ മാറി ഒരു നോർമൽ ലൈഫിലേക്ക് വരാൻ എനിക്ക് സാധിച്ചത്. പിന്നെ 2024 ഫെബ്രുവരിയിൽ ഞാൻ ഓൺലൈനായിട്ട് തന്നെ ഉടമ്പടി എടുത്തു. അന്ന് 6 നിയോഗങ്ങളും സമർപ്പിച്ചു. പക്ഷേ ആദ്യം സാധിച്ചു കിട്ടിയത്
ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു നിയോഗമാണ്. ഞാനവിടെ അതിന് എൻ്റെ പ്രഗ്നൻസിക്ക് മുമ്പ് UK ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി 2 പ്രാവശ്യം പരിശ്രമിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു, കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ 2 പ്രാവശ്യവും കിട്ടിയില്ല. 3-ാമത്തെ പ്രാവശ്യം സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം, നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെ മനസ്സിലായി. നാട്ടിൽ നിന്ന് ഉടമ്പടി ഉപ്പ് കൊടുത്തു വിട്ടിരുന്നു. ഞാൻ തന്നെ 2020 എടുത്ത ഉടമ്പടി ഉപ്പ് കൊടുത്തു വിട്ടിരുന്നു. ആ ഉപ്പിട്ട് ഞാൻ കാറിനകത്തിട്ട് പ്രാർത്ഥിച്ചു. എക്സാമിനറെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഭയങ്കര പ്രസന്നമായ ഒരു മുഖത്തോടു കൂടി ഒരു ലേഡിയാണ് എനിക്ക് എക്സാമിനറായി കിട്ടിയത്. അങ്ങനെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ മാറി വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അപ്പോൾ തന്നെ ഞാൻ കാറിലിരുന്ന മാതാവിൻ്റെ രൂപം എടുത്ത് കെട്ടിപ്പിടിച്ച് ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പോൾ ആ എക്സാമിനർ ഇംഗ്ലീഷുകാരിയാണ്. അവരെന്നോട് പറഞ്ഞു, ഞാനും മദർ മേരിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന്. അപ്പോൾ ഞാൻ ആ എക്സാമിനറിന് പറഞ്ഞു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഇന്നത്തെ എക്സാമിനർ ആരാണെന്ന് മാതാവിന് അറിയാമല്ലോ, എനിക്കറിയില്ല, ആരാണെങ്കിലും മാതാവ് വിടുന്നതായിരിക്കണം എനിക്ക് വേണ്ടിയുള്ള എക്സാമിനർ എന്ന്. അപ്പോൾ ആ ലേഡി എന്നോട് പറയുകയാണ്, ഞാൻ സാധാരണ ഇവിടെയല്ല വരാറ്, ഞാൻ വേറൊരു സ്ഥലത്താണ് എക്സാമിനറായി പോകുന്നത്, ഇന്നൊരു ദിവസത്തേന് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. കാരണം മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. പിന്നീട് അവർ കാറ് തുറന്നിറങ്ങി എന്നോട് പറഞ്ഞു, നീ ഈ കാറിൽ തന്നെ ഇരുന്നു, നിൻ്റെ റിസൾട്ട് ഞാൻ ഹസ്ബൻഡിനോടും പിള്ളേരോടും പറയുന്നില്ല, അവരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് അവർ കാറിൽ നിന്ന് എന്നോട് കുനിഞ്ഞ് ബായ് പറഞ്ഞപ്പോൾ അവരുടെ മാലയിൽ ഒരു കുരിശുരൂപം ഇങ്ങനെ കണ്ടു ഞാൻ. അപ്പോൾ എനിക്കത് വളരെ ഒരു സന്തോഷത്തോടെയുള്ള ഒരു അടയാളമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇതാണ് എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹം. അടുത്തതായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമാണ് സാധിച്ചു കിട്ടിയത്. ഫെബ്രുവരിയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ അത് വെച്ചിരുന്നു, എനിക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് ഓഗസ്റ്റ് 15 എന്നൊരു ഡേറ്റും ഓഗസ്റ്റ് 9 എന്നൊരു ഡേറ്റും വരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്നതല്ലേ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതായിരിക്കും. എന്നാലും ഞാൻ വിശ്വസിച്ചു, എന്തെങ്കിലും നടക്കും, എനിക്ക് മാതാവ് കാണിച്ചു തരുമെന്ന് വിചാരിച്ചു. അങ്ങനെ 2024 ജൂണിൽ എനിക്ക് 15-ാം തീയതി തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും അതിലെനിക്ക് സെലക്ഷനായി NHS ഹോസ്പിറ്റലിൽ കെയറായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു. ഈ ജനുവരി 6-ാം തീയതി ഞാൻ ആ പുതിയ ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഒത്തിരി നന്ദി പറയുന്നു മാതാവിന്. ഓഗസ്റ്റ് 9 എന്നൊരു ഡേറ്റ് എൻ്റെ മനസ്സിൽ വന്നെങ്കിലും അന്നാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത്, അവളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളയുടെ വീട്ടിൽ പോയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങളവിടെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുർബാനയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും മലയാളികളാണ്. അവർ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആങ്ങളയുടെ വീട്ടിൽ വന്നതാണ്, അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് രാവിലെ കുർബാന കൂടാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ഈ സമയത്ത് ഇങ്ങനെയൊന്നും ആരും ചെയ്യുന്നതൊന്നും ഇവിടെ കാണാറില്ല, വളരെ റെയറായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുന്നത്, നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയി. അപ്പോൾ അതാണ് ദൈവം ഈ ഓഗസ്റ്റ് 9 എന്ന ഡേറ്റ് കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രാർത്ഥനമായിട്ട് ഞാൻ ചെയ്തത് ഓൺലൈനിൽ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് രോഗികളായി ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ തുകയൊന്നും അല്ലെങ്കിലും ചെറിയ സാമ്പത്തിക സഹായം നൽകി സാമ്പത്തിക സഹായം നൽകുവാൻ ദൈവം ഇപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിനും മാതാവിനും 1000 നന്ദി പറയുന്നു. അതിനുശേഷം
ഇന്നാണ് ഞാൻ നാട്ടിലേക്ക് വന്ന് ഇന്നിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ കണ്ടിന്യൂ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ മാതാവിനോട് ഉറപ്പ് നൽകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 19:8 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, അങ്ങ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. പുറപ്പാട് ജനത ദൈവത്തോട് പറയുന്ന വാക്കുകളാണിത്. ഈ തിരുവചനങ്ങളിലൂടെ തങ്ങൾക്ക് ഓരോ ദുരിതങ്ങളും തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നപ്പോൾ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റുപറയുകയാണ്, കർത്താവെ അങ്ങ് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് ജനം പറയുന്ന വാക്കുകളാണിത്. ഇവിടെ റെജീന ബേബിയും തൻ്റെ കുടുംബവും ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഒരിക്കൽ ഉടമ്പടി എടുത്തവരാണ്, എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് ഒന്നും ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയില്ല. അത് കുറച്ചൊക്കെ അങ്ങനെ ഉഴപ്പി കഴിഞ്ഞുപോയി. പിന്നീട് തനിക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് ഈ മകളെ എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ ജനനം, അതിനോടനുബന്ധിച്ച് വന്ന കോംപ്ലിക്കേഷൻസ്, കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുന്നു എന്ന് കേൾക്കുമ്പോൾ എന്താണ് പിന്നീട് ഈ മകൾ ചെയ്യുന്നത്? അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് തൻ്റെ കുഞ്ഞിന് 3 മാസമെങ്കിലും എടുക്കും ചുമ വിട്ടുമാറുവാനെന്ന്, പൂർണ്ണമായിട്ട് മാറുവാനെന്നൊക്കെ പറഞ്ഞത് 10 ദിവസം കൊണ്ടൊക്കെ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്നു. പിന്നീട് ഇന്ന് വരെയും ആ കുഞ്ഞിന് അങ്ങനെയൊരു അസ്വസ്ഥതകൾ ഉണ്ടായിട്ടില്ല. അതുപോലെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ പിന്നീട് തനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നതും അതിൻ്റെ ഓരോ സാഹചര്യങ്ങൾ, അതായത് ഓരോന്നിലും ഒരു ദൈവ പൈതൽ പിന്നീട് ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് പിന്നീട് ദർശിക്കുന്നത്. നാം ഉടമ്പടി ഏറ്റവും വിശ്വസ്തമായിട്ട് നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു വ്യക്തി കാണുന്നത് പോലെയല്ല, എല്ലാറ്റിലും ഒരു ചെറിയ കാര്യമായാൽ പോലും അതിൽ ദൈവിക ഇടപെടലുകളാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക. അങ്ങനെ തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് താൻ അതിനു മുൻപ് പല പ്രാവശ്യം അതിനുള്ള അറ്റംപ്റ്റ് ചെയ്തതാണ്. എന്നാൽ ഈ അവസരത്തിൽ താൻ ഉടമ്പടി എടുത്തതിന് ശേഷം വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ അതെങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു. വീണ്ടും തനിക്ക് ലഭിക്കുന്ന ജോലി. അപ്പോൾ ഇവിടെയൊക്കെ തിരുവചനം 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 29:11 തിരുവചനം അരുളി ചെയ്യുന്നു, മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത്. തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപം അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ലേവി പുരോഹിതന്മാരോട് പറയുന്ന വാക്കുകളാണ്. എന്നാൽ ഇവിടെ ഉടമ്പടി എടുത്ത ഓരോ മക്കളും, പ്രത്യേകിച്ച് ഇന്ന് ഈ കുടുംബം ഇവിടെ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഉടമ്പടി പിന്നീട് അതിനോടധികം താല്പര്യം കാണിക്കാതെ പോകുന്നു. എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ മകൾ തന്നെ എളിമപ്പെടുത്തുകയാണ്. അവിടെ ICUവിൽ തന്നെ മുട്ടുകുത്തി നിന്ന് താൻ അവിടെ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ വിശ്വാസം. അതുപോലെ പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന കൃപകൾക്ക് ഏറ്റവും എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബമായിരിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്നാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് കൂടുതൽ ഉന്മേഷത്തോടെ ദൈവത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുകയാണ് ഈ മകള്. അതുപോലെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുമ്പോൾ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെ എത്രമാത്രമാണ് തൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് പരിമിതമായ സാഹചര്യങ്ങളാണ് അവിടെയുള്ളത്. ആ സാഹചര്യത്തിലും അതിന് വേണ്ട മാർഗങ്ങൾ തേടുന്നു. അതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മോട് പങ്കുവെച്ചു. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ. എൻ്റെ പേര് ജിസ, ഇതെൻ്റെ ഭർത്താവ് ആൻ്റണി. ഞങ്ങൾ ഏപ്രിൽ 29-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ജൂലൈ 11-ാം തീയതി ചേട്ടന് ചെറിയ സൈലൻ്റ് അറ്റാക്ക് ഉണ്ടായി.
അറ്റാക്ക് ഉണ്ടായ സമയത്ത് ചേട്ടന് ജോലി സ്ഥലത്ത് വെച്ചാണ് ചേട്ടൻ ഉണ്ടായത്. അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ ആണ് ചേട്ടനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് ചേട്ടന് ഞരമ്പുകളൊക്കെ നിൽക്കുകയും രക്തോട്ടം നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടന് പെട്ടെന്ന് ചുമയുണ്ടായി. ഈ അപകടം പറ്റി വീട്ടിലെ ചേച്ചി ഉടമ്പടി എടുത്ത ചേച്ചിയാണ്, ഞാനും ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ചേട്ടന് ആ സമയത്ത് ഒരു ചുമ വരികയും ആ സമയത്ത് തന്നെ ചേട്ടനെ അടുത്തുള്ള തൃശ്ശൂർ വലിയ ഹോസ്പിറ്റലിൽ ഹാർട്ട് ഹോസ്പിറ്റലിലേക്ക് ചേട്ടനെ കൊണ്ടുപോവുകയും അവിടെ ചേട്ടന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ചേട്ടനെ പെട്ടെന്ന് കയറ്റുകയും ചെയ്തു. അപ്പോൾ ഓപ്പറേഷന് കയറ്റാൻ പോകുന്ന സമയത്താണ് ഞാൻ ചേട്ടനെ കാണുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് ചേട്ടനെ തേക്കാൻ സാധിച്ചില്ലെങ്കിലും ചേട്ടൻ്റെ അടുത്ത് എത്താൻ പറ്റിയുള്ളൂ. അതുകൊണ്ടായിരിക്കണം ആ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. ആ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചേട്ടന് കോമ സ്റ്റേജിലാവുകയും അല്ലെങ്കിൽ ചേട്ടൻ ഒരു വശത്തേക്ക് തളർന്നു പോവുകയാണ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ചേട്ടന് 6 ദിവസമാണ് ചേട്ടന് ICUവിൽ വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞത്. ശ്വാസം എടുക്കാൻ തന്നെ ചേട്ടന് ഓക്സിജനൊക്കെ വെച്ചിരുന്നു. ചേട്ടൻ്റെ വാർഡിലേക്ക് മാറ്റുമ്പോൾ ചേട്ടന് നടക്കാൻ സാധിക്കില്ലായിരുന്നു. ചേട്ടൻ വാക്കറിലാണ് നടന്നുകൊണ്ടിരുന്നത്. ചേട്ടനെ നമ്മൾ ഒന്ന് താങ്ങി കൊടുക്കണം ചേട്ടനെ, എങ്കിൽ മാത്രമേ ചേട്ടൻ നടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ കാലുമേ ഞാൻ തൈലൊക്കെ പൂച്ചി കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ചേട്ടൻ തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ചേട്ടൻ നടന്നു തന്നെയാണ് ചേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തത്. 25-ാം തീയതി ജൂലൈ 25-ാം തീയതി ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരികയും സെപ്റ്റംബർ 25-ാം തീയതി ചേട്ടൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഭക്ഷണങ്ങളൊക്കെ നൽകി കൊടുക്കാറുണ്ട്. പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 15:2 കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ജിസ ആൻ്റണി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജോലിസ്ഥലത്ത് വെച്ച് വലിയ ഒരു കാർഡിയാക് അറസ്റ്റ് മകനുണ്ടാവുന്നു. അവിടെ അവിചാരിതമായി വന്നെത്തിയ ഒരു വാഹനം ഉണ്ടായിരുന്നത് കൊണ്ട് വേഗത്തിൽ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലുവാൻ സാധിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴും ഏതാണ്ടൊക്കെ ശ്വാസം നിലച്ച മട്ടിൽ വലിയ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തുന്നത്. എങ്കിലും മോൾ പറയുന്നത് പോലെ തന്നെ ഈ മകളും പണിക്ക് നിന്ന വീട്ടിലെ ആ സഹോദരിയും ഉടമ്പടി എടുത്തിരുന്നവരായതുകൊണ്ട് അമ്മ മാതാവിനെ വിളിച്ച് നിലവിളിയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ വാഹനം അങ്ങനെ അവിചാരിതമായി വന്നു കിട്ടി. അതാദ്യത്തെ അമ്മ മാതാവിൻ്റെ സംരക്ഷണമായി ഇവർ കാണുന്നു. രണ്ടാമത് ആശുപത്രിയിലെത്തി ഡോക്ടർമാർ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന നിമിഷങ്ങളിലാണ് പെട്ടെന്ന് സഹോദരൻ ചുമയ്ക്കുന്നത്. ആ ചുമയോടുകൂടി വീണ്ടും ഗൗരവമുള്ള രീതിയിൽ അടുത്ത നടപടികൾ ചെയ്യുവാൻ സഹായിക്കുകയും അതിലൂടെ മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള വഴി തുറക്കുകയും ചെയ്തു. അത് ശരീരത്തിൻ്റെ നിലച്ച രക്തയോട്ടത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ഹൃദയ പ്രവർത്തനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും മകന് ജീവൻ കൊടുക്കുന്നതിന് കാരണമാവുകയും ചെയ്തുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഏറ്റവും വലിയ ഔഷധമായി കുടുംബത്തിന് മാറുന്നത്. ആദ്യം ഹൃദയത്തിൻ്റെ ഓപ്പറേഷനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുകയും താൽക്കാലിക മരുന്നുകളിലൂടെ സൗഖ്യത്തിലേക്ക് പോകാമെന്ന രീതിയിൽ കാര്യങ്ങൾ ഡോക്ടർമാർ നിശ്ചയിക്കുന്നു. മരണമെടുത്തെത്തി ഗുരുതരാവസ്ഥയിലാണ്, എല്ലാവരെയും അറിയിച്ചു കൊള്ളുക എന്ന പറഞ്ഞിരുന്നിടത്തു നിന്നാണ് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക്, സ്വസ്ഥമായ ജീവിതത്തിലേക്ക് പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും ഉടമ്പടി ജീവിതത്തിൻ്റെ കൃപയും വഴി ഈ മകൻ തിരികെ ആരോഗ്യം ലഭിച്ച് വന്നത് എന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആദ്യ നാളുകളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരം എന്ന ക്യാപ്ഷനാണ്. നമ്മളേത് വല്ലാതെ ആകർഷിക്കുന്ന ഒരു വാചകമാണ്.
ചിലരോർക്കും ഇതെന്താ ഒരു പരസ്യമാണോ എന്ന്. അത് പരസ്യമല്ല, മറിച്ചത് ജീവിതമാണെന്ന് അനേക മക്കൾ ഈ ആലയത്തിൽ നിരന്തരം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ നമ്മൾ അവിചാരിതമായി വന്നെത്തുന്ന ആപത്ത് നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ ആ നിമിഷം തന്നെ നമുക്ക് സഹായവും സംരക്ഷണവും നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ മകളും പറയുന്നത്. അറ്റാക്ക് വന്ന നിമിഷത്ത് അവിടെ ഒരു വാഹനം വന്നെത്തിച്ചേരുന്നു. വാഹനം ആശുപത്രിയിൽ എത്തിച്ചേരുമ്പോൾ മകൻ പെട്ടെന്നൊന്ന് ചുമയ്ക്കുന്നു. നോക്കുക, ഓരോന്നും ഞൊടിയുടെക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം അമ്മ മാതാവ് ആരോഗ്യം തിരികെ കിട്ടുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇതിനെയാണ് സാക്ഷ്യമെന്ന് നമ്മൾ പറയുന്നതും. കാരണം നമ്മൾ ദൈവികമായ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായ നിമിഷങ്ങളിൽ ഉറപ്പോടും ബോധ്യത്തോടും കൂടി സ്വീകരിക്കുന്നവരാകുന്നു. ഈ മകനും ഈ കുടുംബത്തിനും ലഭിച്ച ഈ നല്ല ദൈവാനുഭവത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.